നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലാ ഫുട്ബോൾ കോച്ചസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ ഷൈജയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. അമ്പലപ്പുഴ MLA H. സലാം താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി വീടിന്റെ മട്ടുപ്പാവിൽ ജൈവ കൃഷി നടത്തി മാതൃക തീർത്ത കുട്ടി കർഷകരായ ഫരീദയ്ക്കും ഫാദിയയ്ക്കും മർഹൂം അബ്ദുള്ള സൈസ് ഉസ്താദിന്റെ പേരിലുള്ള പ്രഥമ കുട്ടി കർഷക പുരസ്കാരം സമ്മാനിച്ചു. SKSSF സഹചാരി സെന്റർ വലിയോളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറെ ഓർക്കാൻ പോലും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാവുന്നില്ല എന്ന് മുൻ MLA-യും ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റുമായ N. രാജൻ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെയും ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറെ ഓർക്കാൻ പോലും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാവുന്നില്ല എന്ന് മുൻ MLA-യും ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റുമായ N. രാജൻ അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെയും ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറെ ഓർക്കാൻ പോലും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാവുന്നില്ല എന്ന് മുൻ MLA-യും ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റുമായ N. രാജൻ അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെയും ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംബേദ്കർ ജന്മദിനം ആഘോഷിക്കുന്നതായി ഞാനിന്ന് കണ്ടു. പക്ഷെ ഇന്ന് ഞാൻ DSF PKSന്റെ ഒരു പോസ്റ്ററിങ് കണ്ടു. അവർ April 14-നാണ് തോന്നുന്നു. കോൺഗ്രസ്സുകാർ നടത്തുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നില്ല. നമുക്ക് യാഥാർത്ഥ്യം എല്ലാവരും അറിയണമല്ലോ. BJPക്കാർ നടത്തുന്നില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്രയും വലിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നതിന് ഈ അടുത്ത കാലങ്ങളിലാണ് നമ്മൾ അങ്ങനെ തോന്നേണ്ടി വന്നത്. കാരണം ഭരണഘടനയാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ പ്രധാന നിയമ പുസ്തകം. ഒരു നിയമ സംഹിതയാണ് ഈ ഇന്ത്യ എന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള നിർവചനമാണ് ഇന്ത്യൻ ഭരണഘടന. അത് നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് ഭരണഘടനയെ ആശ്രയിച്ചായിരിക്കണം. അത്തരമൊരു മഹത്തായ ഭരണഘടനാ ശില്പിയെ ഒന്ന് അനുസ്മരിക്കാൻ പോലും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കോ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ മറ്റ് ഒരു പാർട്ടിക്കും ആകുന്നില്ല എന്നത് ഗൗരവത്തിൽ കാണണമെന്നും N. രാജൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തിയുടെ ഭാഗമായുള്ള സെമിനാറിൽ BKMU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. ഭരണഘടനാ സംരക്ഷണത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടി എന്ന വിഷയത്തെ അധികരിച്ച് T. ആനന്ദൻ ക്ലാസ് നയിച്ചു. അഡ്വക്കേറ്റ് CA അരുൺകുമാർ, സാറമ്മ തങ്കപ്പൻ, B. ലാലി, AK സജു, CK ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MC സിദ്ധാർത്ഥൻ ചടങ്ങിന് സ്വാഗതവും A. ആബിദ് നന്ദിയും പറഞ്ഞു. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ ഷൈജയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. അമ്പലപ്പുഴ MLA H. സലാം വീടിന്റെ താക്കോൽ ഷൈജയ്ക്ക് കൈമാറി. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡ് ആറുപറച്ചിറ വീട്ടിൽ ഷൈജയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഷൈജയുടെ ഭർത്താവ് സുശീലൻ 6 മാസം മുമ്പാണ് മരണപ്പെട്ടത്. ഷൈജയും 2 കുട്ടികളും ഉൾപ്പെട്ട കുടുംബം തകർന്നു വീഴാറായ വീട്ടിലായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത്. 3 കിടപ്പുമുറി, ഹാൾ, അടുക്കള, ശുചിമുറി ഉൾപ്പെട്ട മേൽക്കൂര വാർത്ത 600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയത്. അമ്പലപ്പുഴ MLA H. സലാം ഷൈജയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി. പാർട്ടിയെ നമ്മൾ എപ്പോഴും പൊതുവെ കാണുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ ഒരു കാലത്ത് അതിനപ്പുറമായി ജനങ്ങളെ സേവിക്കാൻ, അവരെ സഹായിക്കാൻ കിട്ടുന്ന ഏതേതെല്ലാം നിലയ്ക്കുള്ള അവസരങ്ങളുണ്ടെങ്കിലും അത്തരം അവസരങ്ങൾ കൂടി ജനങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ, അവരെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന രീതി കൂടി ഞങ്ങൾ അവലംബിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം ചെയ്യുന്നത്. നമ്മുടെ പ്രദേശത്തുള്ള രോഗികളെ സഹായിക്കാൻ പോകുന്നത് നമ്മൾ സംഘടിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും. പാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി.
ഞാനതിൻ്റെ സെക്രട്ടറി, ഓവനക്കൊണ്ടും പ്രസിഡന്റും, ബാക്കി ഇവിടെ എല്ലാവരും മുല്ലാൻ ട്രഷററും, അങ്ങനെ ഞങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി, റെഡിമോളൊക്കെ ഇതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അപ്പം അങ്ങനെയൊരു പ്രവർത്തനം നമ്മുടെ ഏരിയ പ്രദേശത്തെ കിടപ്പ് രോഗികളായ മുഴുവൻ പേരെയും വീട്ടിൽ പോയി പരിചരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ഒരു നയാ പൈസ ഒരാളുടെ കയ്യിൽ നിന്ന് പിരിവെടുക്കാതെ നമ്മൾ സ്വന്തമായി തന്നെ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ചിട്ട് വീടുകളിൽ പോയി പരിചരിച്ചുകൊണ്ടിരിക്കുന്ന രീതി നിങ്ങൾക്കെല്ലാം നിങ്ങൾ കാണുന്ന കാര്യമാണ്. 10-ാം പിയൂസ് പള്ളിക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ VK ബൈജു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് R രാഹുൽ, ജില്ലാ കമ്മിറ്റി അംഗം A ഓമനക്കുട്ടൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ജഗദീശൻ, AP ഗുരുലാൽ, പള്ളി വികാരി ഫാദർ ആൻസൺ അർകുലശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സുലഭ ഷാജി, ഗീതാ ബാബു, റംല ഷുഹാബുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കീൽ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച CV അനിയൻ കുഞ്ഞിനെ സമ്മേളനത്തിൽ MLA അനുമോദിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R രാജിമോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി വീടിന്റെ മട്ടുപ്പാവിൽ ജൈവ കൃഷി നടത്തി മാതൃക തീർത്ത കുട്ടി കർഷകരായ ഫരീദിക്കും ഫാദിയയ്ക്കും മർഹൂം അബ്ദുൽ അസീസ് ഉസ്താദിന്റെ പേരിലുള്ള പ്രഥമ കുട്ടി കർഷക പുരസ്കാരം സമ്മാനിച്ചു. SKSSF സഹചാരി സെന്റർ വലികുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി വീടിന്റെ മട്ടുപ്പാവിൽ കുട്ടിക്കർഷകരായ സഹോദരിമാർ ചെയ്യുന്ന കൃഷി തീർത്തും മാതൃകാപരവും അനുകരണീയവുമാണെന്ന് SKSSF സഹചാരി സെന്റർ വലികുളം യൂണിറ്റ് വിലയിരുത്തി. വട്ടയാൽ സ്വദേശിനികളും സഹോദരിമാരുമായ ഫരീദ ഫിറോസിനും ഫാദിയ ഫിറോസിനും മർഹൂം അബ്ദുൽ അസീസ് ഉസ്താദിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാര സമർപ്പണ ചടങ്ങിലാണ് ഇരുവരുടെയും കൃഷിയെ സംബന്ധിച്ച് സംഘടന വിലയിരുത്തിയത്. ഏറ്റവും സ്തുത്യർഹമായ ഒരു സംഭവം തന്നെയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് അവരെ അനുവദിക്കുക എന്നുള്ളത്, അവരെ കാണുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ അതിനെ ഏറ്റവും നല്ല ഈ പ്രവൃത്തി അനുകരിക്കുക, നമ്മുടെ മക്കളും നമ്മളും ഒക്കെ അനുകരിച്ച് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നാം കടത്തിവിടുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കടത്തിവിടുന്ന ഈ വിഷാംശങ്ങളെ ഒഴിവാക്കുവാനുള്ള ഈ സൽപ്രവൃത്തിയെ നാമും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിനാകമാനം നമ്മൾ ഈ കുട്ടികൾ മാതൃകയാക്കുക. അവർക്ക് കൂടുതൽ ഈ പ്രദേശം മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മക്കൾ വളരട്ടെ, അവർക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി അവരെ ഉണർത്തിക്കൊണ്ടും അവരെ അനുമോദിച്ചുകൊണ്ടും അവർക്ക് കൂടുതൽ ആഫിയത്തുള്ള അല്ലെങ്കിൽ ദീർഘായുസ് നൽകി അവരുടെ ഇത്തരം സൽപ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും കഴിഞ്ഞ 3 വർഷമായി കൃഷിയാണ് എന്റെ ലഹരി എന്ന സന്ദേശം ഉയർത്തി എന്റെ കുട്ടിത്തോട്ടം എന്റെ അഭിമാനം എന്ന പേരിലാണ് ഇരുവരും വീടിന്റെ മട്ടുപ്പാവിൽ ജൈവ കൃഷി ചെയ്തു വരുന്നത്. സമപ്രായക്കാർക്കിടയിലും മുതിർന്നവർക്കും ഒരുപോലെ പിന്തുടരാവുന്ന കൃഷിരീതിയിലൂടെ നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി നാടിന്റെ അഭിമാനമായി മാറാനും കുട്ടിക്കർഷകരായ ഫരീദയ്ക്കും ഫാദിയയ്ക്കും ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കൃഷിയും വേറിട്ട കൃഷിരീതികളും പരിഗണിച്ചാണ് മർഹൂം അബ്ദുൽ അസീസ് ഉസ്താദിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിച്ചതെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. സഹചാരി സെന്റർ ഉപദേശക സമിതി ചെയർമാൻ H ഇസ്മായിൽ ഹാജി കുട്ടിക്കർഷകർക്ക് പുരസ്കാരം സമ്മാനിച്ചു. ചെയർമാൻ കോയാമോൻ ചടങ്ങിൽ അധ്യക്ഷനായി. SKSSF യൂണിറ്റ് പ്രസിഡന്റ് ഹാഫിൽ സൈഫുദ്ദീൻ, SMF ആലപ്പുഴ മേഖലാ സെക്രട്ടറി AM സൈഫുദ്ദീൻ, ജനറൽ കൺവീനർ M കബീർ, BM ഷറഫുള്ള, അബ്ദുൽ നാസർ, ഫൈസൽ ഇസ്മായിൽ, അബ്ദുൽ ഹമീദ്, യൂനിസ് മുസ്ലിയാർ, അബ്ദുൽ ജലീൽ, അഷ്കർ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫരീദ ഫിറോസ്. സെന്റ് ജോസഫ്സ് LPSലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാദിയ ഫിറോസ്. ഫാദിൽ മുഹമ്മദ് ആണ് അനുജൻ. ജില്ലാ ഫുട്ബോൾ കോച്ചസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLA സലാം മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഫുട്ബോൾ കോച്ചസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ അമ്പലപ്പുഴ MLA സലാം മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചത്തിയറ VHS ഗ്രൗണ്ടിൽ ഞായറാഴ്ചയും കലവൂർ ലിമിറ്റഡ് സ്പോർട്സ് ഹബിൽ 19-നും ടൂർണമെന്റ് നടത്തും. ടൂർണമെന്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കളിക്കാരെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിവിധ അക്കാദമികളുമായി പരിശീലന മത്സരങ്ങളും ദീർഘകാല പരിശീലന പദ്ധതികളും അസോസിയേഷൻ സംഘടിപ്പിക്കും. പഞ്ചായത്ത് അംഗം ജയപ്രകാശ്, അസോസിയേഷൻ പ്രസിഡന്റ് C ശശി, സെക്രട്ടറി ശ്രീരഞ്ജൻ, R ബിനു, നിക്സൺ, പ്രവീൺ,
വിജയൻ ഇരുമ്പനം, സുജിത്, സൂര്യമോൾ, നിക്സൺ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ഫുട്ബോൾ കോച്ചസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. അമ്പലപ്പുഴ MLH സലാം മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ ഷൈജയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. അമ്പലപ്പുഴ MLH സലാം താക്കോൽ ദാന കർമ്മം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി വീടിന്റെ മട്ടുപ്പാവിൽ ജൈവ കൃഷി നടത്തി മാതൃക തീർത്ത കുട്ടി കർഷകരായ ഫരീദയ്ക്കും ഫാദിയയ്ക്കും മർഹൂം അബ്ദുള്ള സൈസ് ഉസ്താദിന്റെ പേരിലുള്ള പ്രഥമ കുട്ടി കർഷക പുരസ്കാരം സമ്മാനിച്ചു. SKSSF സഹചാരി സെന്റർ വലിയോളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറെ ഓർക്കാൻ പോലും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാവുന്നില്ല എന്ന് മുൻ MLA-യും ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റുമായ N രാജൻ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെയും ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.